കല്യാണത്തിന് പോയി കല്യാണ പെണ്ണിനെക്കാളും ടെൻഷൻ അടിച്ചിട്ടുണ്ടോ നിങ്ങൾ? കേശുവിൻ്റെ കല്യാണം കഴിഞ്ഞാൽ നമ്മളെ ടീമിലെ അടുത്ത കല്യാണമായിരുന്നു നമീൻ്റെ. കേശു കാല് മാറിയെങ്കിലും വെച്ച കാലം മുന്നോട്ട് നിന്ന് ഉറച്ച് മേക്കപ്പ് ഒട്ടും കുറക്കാണ്ട് സാരി തന്നെ അണിഞ്ഞൊരുങ്ങി. കണ്ണാടിന് മുമ്പിൽ ഷോ കണ്ടിട്ടായിരിക്കണം പോരാളിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നു. കഴുത്തിലൊന്നും ഇല്ലാണ്ടാണോ പോന്നെ? ട്രെൻഡ് അറിയില്ലാന്ന് പൂർ പീപ്പിൾ. പിന്നെ സാരി ഉടുത്തോണ്ടോന്നറിയില്ല, പോരാളിയോട് അഭിപ്രായം മാറ്റി പറയാൻ പോയില്ല. അങ്ങനെ എല്ലാത്തിനെയും പറക്കി കൂട്ടി പറഞ്ഞതിൽ എത്രയോ വൈകി നമ്മൾ കല്യാണത്തിനെത്തി. ഓരോ കീഴ്വഴക്കങ്ങളാകുമ്പം നമ്മളായിട്ട് തെറ്റിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് വിജി പറയുന്നത് ഇവിടെ നല്ല സൂപ്പർ ചിറയുണ്ട്, നമുക്ക് പോവാന്ന്. അങ്ങനെ നേരെ ചിറയിലേക്ക് വിട്ട്. വയ്യ അറിയില്ലെങ്കിലും അതിൻ്റെ ഒരഹങ്കാരവും നമ്മളെ വിജിക്കില്ല കേട്ടാ. അതെ, ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആ മുഖം കണ്ടാ പറയാ വഴി അറിയാണ്ട് പോകുന്നതാണെന്ന്. അങ്ങനെ ചിറയിൽ കുറേ പിക്ക് എടുത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. അയ്യോ, ചിറ ഏതാന്ന് പറഞ്ഞിട്ടല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ചിറയായ ചിറ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ആദികട്ടലായ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണ്. 350 വർഷം മുമ്പ് ചിറക്കൽ രാജവംശം പണി കഴിപ്പിച്ചതാണ് ഈ ചിറ. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയല്ലേ. ഓക്കെ, ബൈ ദ ബൈ. തിരിച്ചു പോകുന്ന വഴിക്ക് എടുത്ത ഫോട്ടോ ഒക്കെ ഒന്നും കൂടി ഒന്ന് നോക്കി. ഭംഗിയോട്ടും കുറയാൻ പാടില്ലല്ലോ. അപ്പോഴാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത് ചിലയിലുണ്ട് ചിലയിലില്ല. ചുരുക്കി പറഞ്ഞാൽ മാല മിസ്സായി. ബ്രേസ്ലെറ്റ് കൊണ്ട് കളഞ്ഞ ബ്ലാക്ക് മാർക്ക് ഓൾറെഡി എൻ്റെ തലയിലുള്ളതുകൊണ്ട് തന്നെ ഈ കാര്യം അറിഞ്ഞപ്പോൾ എൻ്റെ ബാക്കി ജീവൻ പോയി. ആശ്വസിപ്പിക്കാൻ എല്ലാവരും എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും കോമ സ്റ്റേജിൽ പോയ രോഗീൻ്റെ അവസ്ഥയായിരുന്നു എനിക്ക്. സ്വർണത്തിനൊക്കെ ഇപ്പം നല്ല വിലയാണല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി നേരെ റിവേഴ്സ് ഗിയർ ഇട്ടു. ആൾക്കാർ വന്നും പോന്നേയും സ്ഥലമായതുകൊണ്ട് സഡൻ ആക്ഷൻ വേണമല്ലോ. പറഞ്ഞിട്ടെന്താ, പോന്ന വഴിക്കാണെങ്കിൽ എപ്പോഴും ഇല്ലാത്തതിനേക്കാളും ബ്ലോക്കും. അല്ലെങ്കിലും അങ്ങനെയാ, നമുക്കൊരാവശ്യം വരുമ്പോൾ യൂണിവേഴ്സിന് ഇല്ലാത്ത ജാടയായിരിക്കും. അപ്പോഴാണ് റോഷൻ്റെ തലയിൽ ഐഡിയ വന്നത് നവ്യനെ വിളിച്ച് നോക്കാൻ പറയാന്ന്. അങ്ങനെ നമീൻ്റെ സിസ്റ്ററിനെ വിളിച്ച് നോക്കാൻ ഏൽപ്പിച്ചു. ബട്ട് റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. എൻ്റെ പ്രതീക്ഷ മൊത്തം പോയെങ്കിലും എന്തായാലും പോയി നോക്കാന്നുള്ള തീരുമാനത്തിൽ നമ്മൾ അവിടെ എത്തി. എവിടെ നിന്നാണോ വീണോന്ന് വിചാരിച്ചത് അവിടെ എന്നെ ദാ കിടക്കുന്നു. എന്താ അല്ലേ, ദൈവഭാഗ്യം, അല്ലാണ്ട് എന്ത് പറയാൻ. താങ്ക്സ് ടു മിസ്റ്റർ കടലായി കൃഷ്ണൻ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും മിസ്സായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ബെസ്റ്റ് സ്റ്റോറിക്ക് എൻ്റെ വക ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ബൈ ഫ്രം എൻജോയ് വ്ളോഗ്സ്.